ഇവിടെ ഒരു സ്വിഫ്റ്റ് കാറാണ്. ടൈപ്പ് 2 ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ. 2017 ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ് ഇത്. ഓപ്ഷൻ ഏതാ വരുന്നത്? VDI ഓപ്ഷൻ ആണ്. VDI അല്ല, ഓക്കെ. ഡീസലാണ്, അത്യാവശ്യം ABS എയർ ബാഗ് ഒക്കെ വരുന്ന ടൈപ്പ്. അതെ അതെ. നല്ല ഈ ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഉള്ളിൽ. അടിപൊളി സീറ്റ്. വേറെ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ എന്തുണ്ടോ? റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. മേജറാ മൈനറാ? മൈനർ ആയിട്ടുള്ളൊന്നുള്ളൂ. മേജർ ബോണറ്റ് ഇടിക്കൊന്നും ഒന്നുമില്ല. നമ്മൾ ടോട്ടലി വണ്ടി നമ്മൾ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് വണ്ടി നമ്മൾ എടുക്കില്ല. അങ്ങനത്തെ വണ്ടികളൊന്നും നിങ്ങൾ എടുക്കില്ല. എന്തെങ്കിലും മെയിൻ ഗ്ലാസ് ആകുമ്പോൾ റീപ്ലേസ് ഉണ്ടോ? മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ വണ്ടികളെ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇത് എത്ര ആസ്ക്? ഇത് 5.15 ചോദിക്കുന്നത്. ഓക്കെ. 2017 ഡീസൽ വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടിയാ. ഓട്ടോ എത്രയാണ്? ഓട്ടം 1.35. കറക്റ്റ് ഓട്ടമാണ്. തിരിച്ച് ഒന്നുമല്ല. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെ ആരും തന്നെ ചെയ്യാത്ത, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. അല്ല, വേറെ ആരും ചെയ്തിരിക്കണ? ഇല്ലല്ലേ. ഇവിടെ ഇതിന്റെ ഓണറാണ് നൗഫലാണ്. നൗഫല എന്തൊക്കെയുണ്ട്? എത്ര വണ്ടികളുണ്ട് മാക്സിമം? നിലവിൽ സ്റ്റോക്ക് ഒരു 21 വണ്ടികളാണ് സ്റ്റോക്ക് ഉള്ളത്. നമുക്ക് കേറാണ്ട് 7 സീറ്റർ ഉണ്ട്, 5 സീറ്റർ എല്ലാം ഉണ്ട്. ഇന്നോവ എത്ര പീസ് ഉണ്ടാവും? ഇന്നോവ 5 പീസ് പോലാണ് സ്റ്റോക്ക് ഉണ്ടല്ലോ. പിന്നെ ഒരു 3-4 പീസ് ഉണ്ട്. പിന്നെ ചെറുവണ്ടികൾ എത്ര പൈസ, എത്ര രൂപ മുതലാണ്? 1 lakh മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 lakh. ഓക്കെ. നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ? എക്സ്ചേഞ്ച് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വണ്ടികൾക്കാണ് എക്സ്ചേഞ്ച് വരാണെങ്കിൽ നമ്മൾ ചെയ്യാം. ഓക്കെ. ഈ ലോണിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ലോൺ എല്ലാ വണ്ടികൾക്കും ലോൺ അവൈലബിൾ ആണ്. അത് അവരവര് ചെയ്യണം. ചെയ്യാം. അവര് അല്ല, നിങ്ങൾ ചെയ്തു കൊടുക്കൂല? ചെയ്തു കൊടുക്കും പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർ നമ്പർ നമ്മൾ ഫിനാൻസ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കും. അവരായി തമ്മില് ഓക്കെ. ഫിനാൻസിന്റെ ആളായിട്ട് ഇവര് ഏൽപ്പിച്ചു തരും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ട പ്രേക്ഷകരോട്? പിന്നെ നമുക്ക് വണ്ടി സ്റ്റോക്കിന് കയറാണ്ട് ക്രിസ്റ്റകളുണ്ട്. 2.8 Z ഓട്ടോമാറ്റിക് ഉണ്ട്, വർഷാപ്പിലാണ്. പിന്നെ ഒരു 17 G4 മാനുവൽ ഉണ്ട്, അത് വർഷാപ്പിലാണ്. ടച്ചപ്പ് പോളിഷ് ചെയ്യാൻ അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഓക്കെ. ഇവര് സ്വന്തമായിട്ട് ചാനലുണ്ട് കേട്ടോ ഇവർക്ക്. ഇവര് ഇൻസ്റ്റയിലുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട്. മദാരി മോട്ടോഴ്സ് മദാരി മോട്ടോഴ്സ് ആണ്. അപ്പോ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവരെ. ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. മലപ്പുറം ജില്ലയാണ്. എക്സാക്ട്ലി പാണ്ടിക്കാട് വെള്ളുവങ്ങാട് അറിയും. അതായത് പാണ്ടിക്കാട് മഞ്ചേരി റോട്ടിലാണ്. വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ നമ്പർ കൊടുക്കും. ഇവിടെ ചോദിക്കുന്ന റേറ്റ് അല്ല കേട്ടോ, എല്ലാത്തിനും നെഗോഷ്യബിൾ ആണ്. പിന്നെ അപ്പോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ. നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യമായിട്ട് ഒരു ഇന്നോവയിൽ തന്നെ തുടങ്ങാം. വലിയ വണ്ടി തന്നെ ആയിക്കോട്ടെ. ഇത് എങ്ങനെയാണ്? ഇത് 2013 മോഡല്, 14 രജിസ്ട്രേഷൻ. ഓക്കെ. G4 ആണ്. ഓപ്ഷൻ G4 ആണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടോട്ടൽ ലോസ് ഫ്ലഡ് എഫക്ട് വണ്ടി നമ്മൾ എടുക്കലില്ല. നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിട്ടില്ല, NOC കൊടുക്കാം. ഇപ്പൊ HR രജിസ്ട്രേഷനിലാണ്. രണ്ടാമത്തെ ഓണറാണ്. വണ്ടി വേറെ അപാകതമൊന്നും എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുത്താൽ മതി. ഇത് എത്ര ആസ്ക്? ഇത് നമ്മൾ NOCയിൽ 6,30,000 ചോദിക്കുന്നത്. NOCയിൽ 6,30,000. നെഗോഷ്യബിൾ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം. 2013 G4 ആണ്. 6,30 ചോദിച്ചിട്ടുണ്ട്. NOC നമ്മളെ കസ്റ്റമർ പേർക്ക് എടുത്തു കൊടുക്കാം. ഏത് ജില്ലക്ക് വേണമെങ്കിലും അപ്പൊ വേണം വിളിച്ചോ. നല്ലൊരു അടിച്ചപൊളി സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇത് മോഡൽ എത്ര? 13 മോഡല്, 14 രജിസ്ട്രേഷൻ. ഓക്കെ. ഡീസലാണ്. ഓപ്ഷൻ ഏതാ? VDI അല്ല. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? 1,30,000. വണ്ടി വേറെ ഫോൾട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ല. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കസ്റ്റമറിന് വിശ്വസിച്ചെടുക്കാൻ പറ്റുമോ? ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ആസ്ക്? ഇത് 3,30. 3,30 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2013, 14 റൈസർ ഉണ്ട് കേട്ടോ. 3,30 ചോദിച്ചിട്ടുണ്ട്. വിലക്ക് കുറച്ച് തരും. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ വില താത്തി തരും. അത് വേണം വിളിച്ചോ. ഒറിജിനൽ കേരള ഇന്നോവയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് 2010 മോഡല്. 2010 ഒറിജിനൽ കേരള G4 ആണ്. ഇത് ടൈപ്പ് മോഡൽ കൺവേർട്ട് അല്ല, സ്റ്റോക്കിൽ കമ്പനിയിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണുള്ളത്. ഇത് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഫിറ്റിംഗ് കയറിയിട്ടുണ്ടോ? അത് റിവേഴ്സ് ക്യാമറ ഉണ്ട്. പിന്നെ അലോയിൽ കയറിയിരിക്കണേ. ആലോചിച്ച് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒക്കെ ചെയ്തു. ആൻഡ്രോയിഡ് അല്ല ഇല്ല. സാധാ
ഓക്കെ, ഇത് എത്ര ആസ്ക്? ഇത് നമ്മള് 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. 4,90,000 കൊടുക്കാം. 4,90,000 കൊടുക്കൂലെ? പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം. വണ്ടി എന്ത് പാട്? നല്ല നീറ്റ് വണ്ടിയാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടോ ഒക്കെ ജനുവിന് പറയാം. എത്രയാണ്? 2,82,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വാങ്ങാൻ വിളിച്ചോ. നല്ല കിണ്ണം കാച്ചിയ ഇന്നോവ കാറാണ്. പൈസ പോയിട്ട് പവർ വരട്ടെ. നല്ല അടിപൊളി വണ്ടി. ഇത് എങ്ങനെ മോഡല്? ഇത് 15 മോഡല്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. കേരളത്തിലേക്ക് നമ്പർ ആയി. കേരളത്തിലേക്ക് നമ്പർ ആയതാണ്. ഓപ്ഷൻ വരുന്നത് GX. G4 GX ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ഓക്കെ, വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്? സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയ്സ് കയറ്റിയിട്ടില്ല. കട്ടുള്ള ടയർ ഉണ്ട്. ഓക്കെ, വണ്ടി റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഗ്യാരണ്ടി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര ആസ്ക്? ഇത് 8,90,000. 2015 GX ആണ്. 8,90,000 ചോദിക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി. ഇത് മോഡൽ എങ്ങനെയാണ്? ഇത് 2012 G4 ആണ്. ടൈപ്പ് 4 കൺവേർട്ട് ആക്കി. ഓക്കെ, വേറെ നിങ്ങൾ റീപ്ലേസ് വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല. മെയിൻ ഗ്ലാസ് മാറിയില്ല. പക്ഷെ മെയിൻ ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഓക്കെ, വേറെ മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല കേട്ടോ. ഒറിജിനൽ ഗ്ലാസ് ആണ്, ക്രാക്ക് ഉള്ളതാണ്. വേറെ തട്ടുമുട്ട് വരക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റാണ്. എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനൊന്നും നോക്കണ്ട. വണ്ടി ക്വാളിറ്റിയാണ്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്പർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ. എത്രയാണ് നമ്പർ ആക്കി ചോദിക്കുന്നത്? 6,45,000. 6,45. 2012 G4 ആണ്. 6,45 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ അല്ലേ? ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് ഇപ്പോ. 2 കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി ടൊയോറ്റന്റെ ഇറ്റിയോസ് ലിവ ആണ്. ലിവ ക്രോസ് ആയിരുന്നു, കൺവേർട്ട് ആക്കിയതാണ്. ഓക്കെ, ഇത് ഇപ്പോ കാണുമ്പോ ലിവ തന്നെയാണ്, യാതൊരു വ്യത്യാസമൊന്നും. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 15 മോഡല്. കേരള വണ്ടിയാ? അല്ല, നമ്പർ ആക്കിയ വണ്ടിയാണ്. നമ്പർ ആക്കിയ വണ്ടി 15. ഏതാ ഓപ്ഷൻ? ഡീസൽ വണ്ടി. ഓക്കെ, ഓട്ടൊക്കെ പറയാൻ കഴിയോ ജനുവിന്? ഓട്ടോ ഏകദേശം കറക്റ്റ് ആണ്. എത്ര ഓടിയിട്ടുണ്ടാവും? 1,17,000. ജനുവിനാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇല്ല, വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഇല്ല. പിന്നെ ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ആ ഡോറിന്റെ ഗ്ലാസ് ഇല്ല. ഡോർ മേജർ അല്ല, മൈനർ ആണ്. വേറെ മെക്കാനിക് പരമായിട്ട് ടൊയോറ്റന്റെ ടേസ്റ്റുകൾക്ക് അറിയാം. ഇത് എത്ര കിലോമീറ്റർ വേണം ഓടും. മെയിൻ്റെനൻസ് കമ്മിയാണ്. ക്രോസിന്റെ കിറ്റ് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമർ കൊടുക്കട്ടോ. ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് കിറ്റ്. ഓക്കെ, ഇത് എത്ര ആസ്ക്? ഇത് 4,90. 2015 മോഡല് 4,90 തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. വീണ്ടും ഒരു ഇറ്റിയോസ് ലിവ ആണ്. നമ്പർ ആയിട്ടില്ല. ഏത് ജില്ലക്ക് വേണമെങ്കിൽ നമ്പർ കൊടുക്കാം. ഏത് ജില്ലക്ക് വേണമെങ്കിൽ ആക്കാം. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 15 മോഡൽ തന്നെയാണ്. GD SP അല്ലല്ലോ? അല്ല, GD ആണ്. ഓക്കെ, ഓട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓട്ടം 120 ഓട്ടം. ജെനുവിൻ ഓട്ടം. സിംഗിൾ ഓണർ ആണ്. നിലവിൽ സിംഗിൾ ഓണർ ആണ്. വണ്ടി വേറെ ഫോൾട്ട് കാര്യങ്ങളൊന്നും വേറെ മേജർ ആയിട്ടുള്ള അപകടവും കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റ് കവർ ഒക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ഉണ്ട്. ഇപ്പൊ നിലവില് നമ്പർ ആയിട്ടില്ല. നമ്പർ ആക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക. NOC കസ്റ്റമർക്ക് നമുക്ക് NOC കൊടുക്കാം. എത്രയാണ് NOC? NOC നമ്മള് 3,95,000 ആണ് NOC ചോദിക്കുന്നത്. ഒരു 40 രൂപ പേപ്പർ ആക്കാൻ വരും. ഇത് മോഡൽ എത്ര പറഞ്ഞു? 15 GD. 15 മോഡലാണ്. പിന്നെ ആൻഡ്രോയിഡ് സെറ്റ്, റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക് ഒക്കെ ഉണ്ട്. 3,90 ചോദിക്കുന്നത്. 3,90. MHന്റെ മുത്താണ്. ഇന്നോവ ക്രിസ്റ്റയാണ്. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2019 മോഡല്. ഓക്കെ, G+ ആണ് ഓപ്ഷൻ. G+ ആകുമ്പോ ഫോൾഡിംഗ് മിറർ, സ്റ്റിയറിംഗ് കൺട്രോള്, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. വരുന്നത് G4ഉം G+ ആയിട്ട് കുറെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ മാനുവൽ ആണ്. ഇത് ഓട്ടൊക്കെ ജെനുവിൻ ഓട്ടമാണ്. എത്രയാണ്? 1,60,000 സംതിങ് ആണ് ഓട്ടോ. ഹിസ്റ്ററി ഉണ്ടാവോ? ഹിസ്റ്ററി അവൈലബിൾ ആണ്. തന്നെ എടുത്ത് കൊടുക്കാൻ പറ്റുമല്ലോ PDF ആയിട്ട്? ഹിസ്റ്ററി കൊടുക്കാം. ഈ കസ്റ്റമർക്ക് വേണമെങ്കിൽ ടോട്ടി പോയി ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാം. ഇത് നമ്പർ ആക്കിയിട്ട് കൊടുക്കാമല്ല? NOC എത്രയാണ് ആസ്ക്? 13.5. ആസ്ക് ചെയ്യുന്നത് 13.5 ലക്ഷം. ഓക്കെ, 2019 G+ ആണ്. 13.50 ചോദിച്ചിട്ടുണ്ട്. നെഗോഷ്യബിൾ അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ വേണം വിളിച്ചോ. ഇന്നോവ കാറിൽ Z ആണ് കേട്ടോ ഓപ്ഷൻ വരുന്നത്. Z കുറെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. ടോപ്പ് ഓപ്ഷൻ ആണ് Z.
എങ്ങനെയാണ് മോഡൽ വരുന്നത്? 15 മോഡല്, റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി, കേൽപ്പത്തിലേക്കാണ് നമ്പർ. കേൽപ്പത്തിലേക്ക് നമ്പർ ആയിട്ടുണ്ട്. ഓട്ടം കാര്യങ്ങൾ ജെന്യൂൻ പറയാൻ കഴിയോ? ഓട്ടം 2 ലക്ഷത്തിന്റെ അടുത്ത് ഓടിക്കണേ. 92 ഉള്ളിലായിട്ട് വണ്ടി ഓടിക്കണേ. ഓക്കെ. വേറെ റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസും ഉണ്ട്, ബാക്കത്തെ ഡിക്കിന്റെ ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. വേറെ ബോണറ്റ് ഡിക്ക് ഒന്നും റീപ്ലേസ് ഇല്ല. ബോണറ്റ് ഡിക്ക് റീപ്ലേസ് ഇല്ല. ഈ ബാക്ക് ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസ് ആണ്. അത് വന്നപ്പോ തന്നെ ഈ മെയിൻ ഗ്ലാസ് വന്നപ്പോ ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ആർട്ടിഫിസ് കാണിക്കാൻ വേണ്ടിയാണ് അത് ചേഞ്ച് ചെയ്തതാണ്. നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്തതാണ്. ഓക്കെ. ബാക്കി എഞ്ചിനീയർ കാര്യങ്ങളൊക്കെ പക്കയാണ്. മെക്കാനിക്കൊക്കെ നല്ല കണ്ടീഷൻ ആണ്. അതെ. ഇത് മോഡൽ കൂടിയ വണ്ടിയല്ലേ? മോഡൽ പറഞ്ഞാൽ ഇത് 15 മോഡൽ. 15 മോഡൽ കൂടിയതാണ്. അപ്പോ ഇത് എങ്ങനെയാണ് ആസ്ക്? ഇത് 10.45. 10.45. ചോദ്യം കുറച്ചു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ചെക്ക് ചെയ്ത് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില കുറച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഹ്യൂണ്ടായി i20 പെട്രോൾ വാഹനമാണ്. ഇത് മോഡൽ 2018 മോഡല്. ഓക്കെ. മാഗിനാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. 46,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 46 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് ആണ്. 2018 മോഡലിന് 46 ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആലുവ പോലത്തെ വണ്ടി. അതെ. നടക്കേണ്ട പോലെ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണറാണ്. ഇത് എത്ര ആസ്ക്? ഇത് 5.20. 5.20 ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഫുള്ളി ലോണിലൊക്കെ ഇറക്കാൻ പറ്റുമോ ഈ വണ്ടി? അത് എങ്ങനെ നമ്മൾ കറക്റ്റ് ഒന്ന് അന്വേഷിക്കണം. നിങ്ങൾ അതിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ലോണിനെ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോ ബാണാൻ വിളിച്ചോ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാറാണ്. ടൈപ്പ് 2 ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ. 2017 ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? VDI ഓപ്ഷൻ ആണ്. VDI അല്ല. ഓക്കെ. ഡീസലാണ്. അത്യാവശ്യം ABS എയർ ബാഗ് ഒക്കെ വരുന്ന ടൈപ്പ്. അതെ. നല്ല ഈ ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഉള്ളിൽ. അടിപൊളി സീറ്റ്. വേറെ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ എന്തുണ്ടോ? റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. മേജറാ മൈനറാ? മൈനർ ആയിട്ടുള്ള മേജർ ബോണറ്റ് ഇടിക്കൊന്നും റീപ്ലേസ്. നമ്മൾ ടോട്ടലി വണ്ടി നമ്മൾ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് വണ്ടി നമ്മൾ എടുക്കില്ല. അങ്ങനത്തെ വണ്ടികളും നിങ്ങൾ എടുക്കില്ല. എന്തെങ്കിലും മെയിൻ ഗ്ലാസ് ആകുമ്പോൾ റീപ്ലേസ് ഉണ്ടോ? മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ വണ്ടികളെ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇത് എത്ര ആസ്ക്? ഇത് 5.15 ചോദിക്കണത്. ഓക്കെ. 2017 ഡീസൽ വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടി കേട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടിയാ. ഓട്ടോ എത്രയാണ്? ഓട്ടം 1.35. കറക്റ്റ് ഓട്ടമാണ്. കറക്റ്റ് ഓട്ടമാണ്. തിരിച്ച് മറിച്ച് ഒന്നുമില്ല. നമ്മളെ വണ്ടി വരുന്നത് അതിലെത്ര കാണാൻ അങ്ങനെ നമ്മൾ തിരിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എക്കോ സ്പോർട്ട് ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വണ്ടിയാണ്. എത്ര മോഡലാണ്? 2016 മോഡല്, 17 രജിസ്ട്രേഷൻ. ഏത് ഓപ്ഷന്? ഫ്രണ്ട് ലൈൻ ഓപ്ഷൻ. ഫ്രണ്ട് ലൈൻ ആണ്. ഓക്കെ. ഫ്രണ്ട് ലൈനില് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പിന്നെ വേറെ എന്തൊക്കെ വരുന്നല്ലേ? പിന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1.17. 1.18 ആയിക്കണം കേട്ടോ. 1.18 ആയിക്കണല്ലേ? ഒറിജിനൽ കേരള വണ്ടിയല്ലേ? അല്ല, നമ്പർ ആക്കിയ വണ്ടിയാണ്. നമ്പർ സിംഗിൾ ഓണർ ആണ്. ഇപ്പൊ ഇവിടെ NOC ഇവിടെ നമ്പർ ആക്കിക്കണേ. നമ്പർ കിട്ടിയിട്ടില്ല. കേൾപ്പത്തിലേക്ക് നമ്പർ ആവൂല്ലേ ഓൾറെഡി? കാണിച്ചെടുത്ത് കഴിഞ്ഞു. റീപ്ലേസ് ഒന്നുമില്ല. സർവീസ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇത് മോഡൽ എത്ര? 16 മോഡല്, 17 റേസ്. 16 മോഡൽ, 17 റേസ്. എത്ര ആസ്ക്? ഇത് ആസ്ക് ചെയ്യുന്നത് 490. 490 ചോദിക്കുന്നത്. നമ്പർ ആക്കിയിട്ടാണ്? നമ്പറായി ഓൾറെഡി. നമ്പർ കിട്ടാനുള്ളൂ. ഇപ്പൊ നമ്പർ പ്ലേറ്റ് നമുക്ക് മാറ്റാം. നമ്പർ പ്ലേറ്റ് മാറ്റണം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. വാഗണറാണ്. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ. എങ്ങനെയാണ് മോഡല്? 2021 മോഡല്, 1.2 VXI ആണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. ഓട്ടോ എത്ര ഉണ്ടാവും? 46,000 കിലോമീറ്റർ. 46 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഓട്ടാണ്. കറക്റ്റ് സർവീസ് ആണ്. ഓക്കെ. കറക്റ്റ് ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് ഇപ്പൊ ഉള്ളത്. റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. എത്ര ആസ്ക്? ഇത് 5.35. 5.35 നെഗോഷ്യബിൾ ആണ്. ഇതിലൊക്കെ ചെറുതായിട്ട് നമുക്ക് നെഗോഷ്യബിൾ കൊടുക്കാം. 2021 ആകെ 46 ഓടിയിട്ടുള്ളൂ. ടൈപ്പ് 2 പെട്രോൾ വാഹനം അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. KL10 കേരള വണ്ടി. ഇവിടെ KL10 റൈസിന് ഏകദേശം എല്ലാ വാഹനങ്ങളും KL10 ആണ് കേട്ടോ. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 16 മോഡല്, 17 രജിസ്ട്രേഷന്. ഓക്കെ. പെട്രോൾ VXI. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടം 80 സംതിങ്, 88 ലെവൽ. റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ 4.35. 4.35 കൊടുക്കാം. ഓക്കെ. നെഗോഷ്യബിൾ അല്ലേ? എന്തെങ്കിലും. ഓക്കെ. അപ്പൊ ബാണം ആൾട്ടോ കാറാണ്. എങ്ങനെയാണ് ഇത് മോഡൽ? 12 മോഡല്, LXI ഓപ്ഷൻ. 12 മോഡലാണ്. LXI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് വാഹനമാണ്. ഓട്ടൊക്കെ എത്ര ആയിട്ടുണ്ടാവും? ഒരു 1.30 ലെവലിൽ ഓട്ടാണ്. അത്ര ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ് ഉണ്ടാവും? മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെക്കാനിക്കൊക്കെ പക്കയാണ്.
ഫിറ്റ് ആണ്. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. എണ്ണ അടിക്കാവോ ചിലപ്പോ ഓയിൽ ചേഞ്ചിങ് ഒക്കെ ചെയ്യാം, നമ്മളായിട്ടുള്ള ചെയ്യലുണ്ടാവുമല്ലോ. വീലൊക്കെ ഒന്ന് കഴിച്ച് ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യാം, നമ്മളായിട്ടുള്ള കോമൺ സർവീസ് ഒന്ന് ചെയ്യാം. അത് എല്ലാ വണ്ടിക്കും നമ്മൾ ചെയ്യണം. നിങ്ങൾ കൊടുക്കുമ്പോ ചെയ്ത് കൊടുക്കൂല? ചെയ്ത് കൊടുക്കണുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്നല്ല, പൊതുവെ നമ്മൾ കസ്റ്റമർ വണ്ടി എടുക്കുകയാണെങ്കിലും കോമൺ ആയിട്ട് നമ്മളായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ചെക്കപ്പ് നടത്തണല്ലോ. അതായത് ഒന്ന് ഓയിലൊന്ന് പുതിയതാക്കുക, ബ്രേക്ക് പാഡ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, നമ്മളായിട്ടുള്ള ഒരു ഉറപ്പിന്. അതെ അതെ, ഓക്കെ. അപ്പൊ ഇത് എത്രയാണ് ആസ്ക്? ഇത് 1.40. 1.40. വില എന്തെങ്കിലും കുറയോ? എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ AC ഉള്ള മാരുതി കാറാണ് കേട്ടോ. ഇത് എങ്ങനെയാണ്? ഇത് 2010 മോഡലാണ്. ഓക്കെ. റിന്യൂവൽ എടുക്കാണ്. റിന്യൂവൽ 12ാം മാസമാണ് വരുന്നത്, ഡിസംബറിലാണ്. ഈ വർഷം ഡിസംബറിലാണ് വരുന്നത്. മുന്നേ എടുക്കാൻ പറ്റില്ലല്ലോ. അത് കച്ചവടം കഴിഞ്ഞിട്ട് ആ റിന്യൂവലിന്റെ ചാർജ് നമുക്ക് കുറച്ച് കൊടുക്കാം. ടാക്സ് നമുക്ക് പുതിയത് കെട്ടി കൊടുക്കാം. 5 വർഷത്തിന്റെ ടാക്സ് നമുക്ക് പുതിയത് കെട്ടി കൊടുക്കാം. വണ്ടി മെക്കാനിക് എന്ത് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. AC ഒക്കെ വർക്കിംഗ് ആണ്. ക്വാളിറ്റി വണ്ടിയാണ്. ഇതിനായിട്ടുള്ള കുറച്ച് ക്രേസ് ആൾക്കാരുണ്ടല്ലോ, നമ്മളെ ക്രേസിൽ എടുത്ത് തന്നെയാണ്. ഈ ലാട്ട് വണ്ടി അല്ല, നല്ല വണ്ടിയാണ്. എത്ര കൊടുക്കുക? ഇത് 1.10. അതിൽ നമ്മൾ പുതിയ ടാക്സ് അടിച്ചു കൊടുക്കും. റിന്യൂവൽ ചാർജ് നമുക്ക് കച്ചവടം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. 52,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. കറക്റ്റ് ഓട്ടം എത്രയാണ്? 52,000. ആകെ 52 ഓടിയിട്ടുള്ളൂ തന്നെ. കറക്റ്റ് ഓട്ടം വണ്ടിയാണ്. അപ്പൊ ബാണാൻ വിളിച്ചോ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഗണറാണ്. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2010 മോഡൽ. 10 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. പറഞ്ഞോളൂ. VXI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റാരിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, സെൻട്രൽ ലോക്ക്, സെക്കൻഡ് ചാവി ഉണ്ട് കേട്ടോ. എടുക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാനില്ല, എണ്ണടിച്ചാ ഓടാം. അത്യാവശ്യം ഓടാനുള്ള ടയറൊക്കെ ഉണ്ട്. ഓക്കെ. ഇപ്പൊ പേപ്പർ കാര്യങ്ങൾ എങ്ങനെയാണ്? പേപ്പർ അതായത് ഡിസംബറിലാണ് റിന്യൂവൽ വരുന്നത്. ടാക്സി 9ാം മാസം ഉണ്ട്. അത് നമ്മൾ പുതിയത് 5 വർഷത്തിന് അടച്ചു കൊടുക്കും. നിങ്ങൾ അടിച്ചു കൊടുക്കും? റിന്യൂവൽ ചാർജ് നമ്മൾ കച്ചവടം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കൊടുക്കാം. കച്ചവടം കഴിഞ്ഞിട്ട് കുറച്ച് കൊടുക്കാം അതിന്റെ ചാർജ്. അതായത് ഇപ്പൊ മുന്നേ റിന്യൂവൽ എടുക്കാൻ പറ്റില്ലല്ലോ, അതൊരു വിഷയത്തിലാണ്. ഡിസംബറിലാണ് റിന്യൂവൽ വരുന്നത്. അത് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവരോട് സംസാരിച്ചു നോക്കുകയാണെങ്കിൽ. പിന്നെ എത്ര ഇത് ആസ്ക് ചെയ്യുന്നത്? 1.95 ചോദിക്കണ്ടേ. നെഗോഷ്യബിൾ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ. അത് വാങ്ങാൻ വിളിച്ചോ? ഹൂണ്ടൈന്റെ ക്രെറ്റയില് ഓട്ടോമാറ്റിക് വാഹനമാണ് കേട്ടോ. എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2017 1.6 XX ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ ചെയ്താണ്. ഇപ്പൊ 2ാമത്തെ ഓണർഷിപ്പ് ആണ്. ഓക്കെ. എന്തൊക്കെ ഓപ്ഷൻ വരുന്നത്? സൺറൂഫ് വരുന്നില്ലല്ലോ. സൺറൂഫ് ഇല്ല, ബാക്കിയുള്ള ഓട്ടോമാറ്റിക് ഫീച്ചേഴ്സും കോമൺ ആയിട്ട്. പിന്നെ ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഒക്കെ. ഇത് വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,40,40,000 ഓടിക്കുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ്. നമ്പറായ കേട്ടോ. ഏതാണ്? കേൽപ്പത്തിലേക്ക് നമ്പറായ വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 8,20,000 കൊടുക്കാം. 20 കൊടുക്കാം. 2017 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പൊ ബാണം വിളിച്ചോ? ടെറാനോ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മോഡൽ? 2015 മോഡൽ. ഓക്കെ. ഏതാ ഓപ്ഷൻ വരുന്നത്? XL. 85 ആകുമ്പോ കുറച്ച് മൈലേജ് കംപ്ലൈന്റ് കമ്മിയാണ്, കുറവാണ്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 85,000 ഓടിക്കുന്നത്. ആകെ 85 ഓടിയിട്ടുള്ളൂ. സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സർവീസ് ഓൾമോസ്റ്റ് സർവീസ് ഉണ്ട്. ഇത് ഈ വണ്ടി നമ്മളെ ഒരു വർഷം മുന്നേ നമ്മൾ വിറ്റ വണ്ടിയാണ്. വിറ്റിട്ട് പിന്നെ ഇന്നലെ സ്റ്റോക്ക് കയറിയിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ വിറ്റപ്പോ 55,000 ഓടിയിട്ടുള്ളൂ. ഇപ്പൊ 85,000 ഓടിക്കുന്നത്. നമ്മളിപ്പോ ഈ 3ാമത്തെ ഓണർഷിപ്പിക്കാണ് കൊടുത്തത്. അദ്ദേഹം ഒരു പ്രാവശ്യമാണ് ഇപ്പൊ കമ്പനി കയറ്റിയത്. ബാക്കി 2 സർവീസും പുറത്തും ചെയ്തത്. ഇത് എത്ര ആസ്ക്? ഇത് ആസ്ക് ചെയ്യുന്നത് 5,25,000. 5,25,000. ഇവിടെ നല്ലൊരു അടിച്ചപൊളി ഇറ്റിയോ സ്ലീവ് നോക്കാം. ഒരു ഫുൾ വൈറ്റ് അല്ലേ ഇത്? വൈറ്റ്. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2019 മോഡൽ. ഓക്കെ. രജിസ്ട്രേഷൻ ചെയ്തതാണ്. ഓൾറെഡി കേൽപ്പത്തിലേക്ക് മാറി. ഇപ്പൊ 2ാമത്തെ ഓണറാണ്. ഓക്കെ. റീപ്ലേസ് എന്താ? റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല. ക്വാളിറ്റി വണ്ടി. 1.10 ഓടിക്കുന്നത്. സർവീസും ഉണ്ട്. ഓക്കെ. മെക്കാനിക്കൽ ഫിറ്റ് ആണ്. ഇത് എത്ര ആസ്ക്? ഇത് ആസ്ക് ചെയ്യുന്ന 7 റുപ്യ. ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. എത്ര മോഡൽ പറഞ്ഞത്? 2019 വീഡിയോ ഓപ്ഷൻ. മോഡൽ കൂടിയൊരു വാഹനമാണ്. വേറെ എല്ലാ ഭാഗം നോക്കണം. ഫിറ്റ് ഒന്നും ചെയ്യാനൊന്നുമില്ല. മെക്കാനിക്കൊക്കെ ഉറപ്പല്ലേ? ചെറിയ ബഡ്ജറ്റിന്റെ ഒരു സ്വിഫ്റ്റ് കാർ കൂടി കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാനും മൂപ്പരെ വിളിക്കാം. മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോ ഈ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പാണ്ടിക്കാട് ടു മഞ്ചേരി റോഡിലാണ്. ഈ പ്ലേസിന്റെ പേര് എന്താ? വെള്ളുവങ്ങാടാണ് പ്ലേസ് വരുന്നത്. അപ്പോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ ഉള്ള നമ്പറിൽ വിളിച്ചാലും മൂപ്പര് വാട്സപ്പ് വഴി ആയിട്ട് അയച്ചു തരും ലൊക്കേഷന്.
ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ബ്രോ? അതായത് നമ്മൾ ടോട്ടൽ ലോസ് വണ്ടി നമ്മൾ എടുക്കലില്ല, അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ വണ്ടി എടുക്കുന്ന ഒരു വർക്ക്ഷോപ്പിലോ ഷോറൂമിലോ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പൊ ലോണിന്റെ എങ്ങനെ പറഞ്ഞു കൊടുത്താൽ? ലോണിന്റെ എന്ന് വെച്ചാല് നമ്മളതിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണില്ല. ഇപ്പൊ ലോൺ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഫിനാൻസ് ചെയ്യുന്ന ആളെ നമ്പർ കൊടുക്കും, അവർ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പറയാം. ഇത് 2010 മോഡല്, പുതിയ പേപ്പർ എടുത്തത്, അതായത് 2030 വരെ പേപ്പർ. ഒന്നും ചെയ്യാനില്ല. ഡീസൽ വണ്ടിയാണ്. വീഡിയോ ഓപ്ഷൻ. പിന്നെ ഇതിന് എക്സ്ട്രാ ഫിറ്റിംഗ് കുറച്ചുണ്ട്. 1.5 ഓടിക്കണം. ഡീസൽ വണ്ടി മെക്കാനിക്കൽ ഫിറ്റാണ്. തട്ടുമുട്ടൊന്നുമില്ല. എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് 2.30 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. ഒരു 2 lakhന് കൊടുക്കോ? ഇല്ല, അതിന് നമുക്ക് പറ്റില്ല. 30 നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, എക്സ്ട്രാ ചെയ്തേക്കണ്. ആൻഡ്രോയിഡ് സെറ്റ് എക്സ്ട്രാ ചെയ്തേക്കണ്. പിന്നെ റിവേഴ്സ് ക്യാമറ, സബ്ബൊക്കെ വർക്കിംഗ് ആണ്. അതൊക്കെ എക്സ്ട്രാ ചെയ്താണ്. അപ്പൊ അതിന്റെ ആഡ് ചെയ്തിട്ടാണ് 2.30 പറഞ്ഞിരിക്കുന്നത്. 2.30. അപ്പൊ പെരുന്നാള് വന്ന് നോക്കിക്കോ, ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആക്കി തരും കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഗുഡ് ബൈ. ഓക്കെ.